നമസ്കാരം. മാർക്കോ എന്ന സിനിമ അന്യദേശങ്ങളിലേക്ക് പടരുന്നു, റെക്കോർഡുകൾ ഭേദിക്കുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന നടനോട് ഇഷ്ടം തന്നെ. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ ആദ്യം രാഷ്ട്രീയമായും അവസാനം മതാടിസ്ഥാനത്തിലും പിന്തുണയും എതിർപ്പും പ്രകടിപ്പിക്കുന്നവരോട് ഇഷ്ടവുമില്ല. ഇത് മാർക്കോ എന്ന സിനിമയുടെ വിലയിരുത്തലല്ല, ഒരു റിവ്യൂവും അല്ല. ദ മോസ്റ്റ് വയലന്റ് മലയാളം മൂവി എന്നതായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. പ്രേക്ഷകർ ഇടിച്ചു കയറി. സ്വന്തം കുറ്റം നമുക്ക് മനസ്സിലാകാത്തതുപോലെ നാം ജീവിക്കുന്ന കാലഘട്ടവും വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ കഴിയാറില്ല. ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുക. വെള്ളം വാർന്നു പോയിട്ട് ചിറകെട്ടിയതുകൊണ്ട് കാര്യവുമില്ല. തിരുത്തലിന് ഒരവസരം പോലും കിട്ടുകയില്ലല്ലോ. ഒരു കലാസൃഷ്ടിയെ വിലയിരുത്തുന്നത് പണ്ട് മുതൽക്കേ അതിന് നമുക്ക് ചില മാനദണ്ഡങ്ങൾ, നിശ്ചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ രണ്ട് പക്ഷക്കാർ ഉള്ളത് കല കലയ്ക്ക് വേണ്ടി എന്ന് വാദിക്കുന്നവരും കല സമൂഹത്തിന് വേണ്ടി എന്ന് വിശ്വസിക്കുന്നവരുമാണ്. ഒരു സിനിമ എന്ന നിലയിൽ മാർക്കോ ഒരു മികച്ച സൃഷ്ടിയാണ്. സിനിമ എന്തെല്ലാം ലക്ഷ്യങ്ങളെ നിറവേറ്റണം? നിർമ്മാതാവ്, പ്രദർശനശാലകൾ, പ്രവർത്തകർ ഇവർക്ക് പണം ലഭിക്കണം. പടം കാണാൻ എത്തുന്നവർക്ക് പണം മുതലാകണം. പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തണം എന്നർത്ഥം. അവരിൽ നല്ലൊരു പങ്കും മദ്യപർ, മയക്കുമരുന്നിന് അടിമകൾ, അഭിസാരികമാർ, ഗുണ്ടകൾ, ചാരായ കച്ചവടക്കാർ, ലോൺ എടുത്ത് മുടിഞ്ഞ് ഓരോ ദിവസത്തിൽ നിന്നും ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ എവിടെയും പരാജയപ്പെട്ട് വിജയം സ്വപ്നം കാണുന്നവർ, ലോട്ടറി അടിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, പ്രേമം എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്നവർ, ഇവരൊക്കെ അതിൽ ഏറിയ പങ്കുമുണ്ട്. സിനിമ ജീവിതമല്ല, യാഥാർത്ഥ്യവുമല്ല. അതിലുപയോഗിച്ചിരിക്കുന്ന 250 ലിറ്റർ രക്തവും കൃത്രിമമാണ്. സ്റ്റണ്ട് രംഗങ്ങളെല്ലാം സിനിമാ ഭാഷയിൽ ചീറ്റിംഗ് ആണ്. ആയുധങ്ങളെല്ലാം ഡമ്മിയാണ്. പക്ഷേ 2.5 മണിക്കൂർ അവ യഥാർത്ഥമെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ സിനിമ ബ്രില്യൻ്റ് ആണ്. ഏതൊരു കലാസൃഷ്ടിയും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കാൻ ശ്രമിക്കുന്ന പൂർണ്ണതയോടുകൂടിയ അനുകരണമാണ്. തിയേറ്ററിനുള്ളിലെ ലൈറ്റ് അണയുമ്പോൾ മുതൽ നിങ്ങൾ നായകനിലോ നായികയിലോ മറ്റേതെങ്കിലും കഥാപാത്രങ്ങളിലോ സന്നിവേശിക്കുകയായി. പിന്നീട് അയാൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ അലഞ്ഞ് പരാജയവും അപമാനവും നുണഞ്ഞ് കെട്ടുകൾ വലിഞ്ഞു മുറുകി ക്ലൈമാക്സിൽ എത്തുന്നു. ക്ലൈമാക്സ് അവസാനമല്ല, സങ്കീർണ പ്രശ്നങ്ങളുടെ പീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഉത്തുംഗ ശൃംഗമാണത്. ചില കിഴങ്ങൻ സംവിധായകന്മാർ അവസാന ഭാഗത്തെ ക്ലൈമാക്സ് എന്ന് പറയാറുണ്ട്. സങ്കീർണതകളുടെ കൊടുമുടിയിൽ നിന്നും ചില സൊല്യൂഷൻസ് ഉരുത്തിരിയുകയോ, നായകൻ വിജയിക്കുകയോ, അനിവാര്യമായ മരണങ്ങൾ സംഭവിക്കുകയോ, പിരിയുകയോ, ഒന്നിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രേക്ഷകരായ നമ്മളും ഇവയിലൂടെയൊക്കെ കടന്നുപോയതായി വിശ്വസിച്ച് ആശ്വസിക്കുന്നു. അതിനെ പണ്ട് പറഞ്ഞിരുന്നത് കഥാർസിസ് എന്നാണ്. ആ ആന്തരിക പരിണാമം അവൻ്റെ ആത്മവിമലീകരണത്തിന് ഉതകണം. അങ്ങനെ ഉതകുന്നവയാണോ ഇന്നത്തെ സിനിമകൾ എന്ന് പരിശോധിക്കുമ്പോഴാണ് കല സമൂഹത്തിന് വേണ്ടി എന്ന ആശയം കടന്നു വരുന്നത്. അരിസ്റ്റോട്ടിലിയൻ കാലഘട്ടത്തിലെ നാടകങ്ങളിൽ മരണം, കൊലപാതകം തുടങ്ങിയ വയലന്റ് രംഗങ്ങൾ വേദിയിൽ ചിത്രീകരിക്കുകയില്ല. അവ റിപ്പോർട്ട് ചെയ്യുകയാണ്, പറയപ്പെടുകയാണ്. കൊലപാതകത്തിൻ്റെ രംഗചിത്രീകരണമൊക്കെ അധമമായി കണക്കാക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാർ ആശയ പ്രചാരണത്തിന് വേണ്ടി കല സമൂഹത്തിന് വേണ്ടി എന്ന ആശയത്തോട് ചേർന്നു നിന്നു. പക്ഷേ പിൽക്കാലത്ത് ഫാസിസത്തെ എതിർത്തവർ ലോകോത്തര ഫാസിസ്റ്റുകളായി. ഏകാധിപത്യത്തെ എതിർത്തവർ അതിലും വലിയ ഏകാധിപതികളെ സൃഷ്ടിച്ചു. ജീവിതത്തെ വാഴ്ത്തിപ്പാടിയവർ ലക്ഷങ്ങളെ കൊന്നൊടുക്കി. മുതലാളിത്തത്തെ എതിർത്തവർ തൊഴിലാളികളുടെ പേരിൽ വൻ മുതലാളിമാരായി. ജാതി വ്യവസ്ഥയെ എതിർത്തവർ ഫലപ്രദമായി അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ കലയിലൂടെ ആശയ സംവേദനം ആത്യന്തികമായി നൽകിയത് ഗുണമോ ദോഷമോ? ഇതിഹാസങ്ങളും പുരാണങ്ങളും മുന്നോട്ട് വെച്ചത് കൂടുതലും യുദ്ധങ്ങളുടെ കഥയാണ്. പക്ഷേ അവിടെ അക്രമികളും അസുരന്മാരും കൊല്ലപ്പെടുകയും നീതിയും സത്യവും ജയിക്കുകയും ചെയ്യുന്ന
ഒരു കാവ്യനീതിയുടെ ഉദ്ഘോഷണമാണ്. നൂറ്റാണ്ടുകളുടെ കുരിശുയുദ്ധങ്ങളും ഇസ്ലാമിസ്റ്റുകളുടെ ജിഹാദും വയലൻസിൻ്റെ ജീവിത ചിത്രമാണ്, ചിത്രീകരണമല്ല. നരസിംഹാവതാരം കഥകളിയിൽ കുടൽമാല വലിച്ചെടുക്കുന്ന രംഗം ചിത്രീകരിക്കുകയാണ്. വധങ്ങൾ അന്നും ഉണ്ടായിരുന്നു. മാർക്കോയുടെ വിജയം ഒരു ചൂണ്ടുപലകയാണ്. പ്രേക്ഷകൻ എന്ന നിങ്ങൾ വളരെ മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾ അറിയാതെ ഒരു തെമ്മാടി നിങ്ങളിൽ വളർന്നു വന്നു. അത് അറിഞ്ഞവരാണ് ദ മോസ്റ്റ് വയലന്റ് മലയാളം മൂവി എന്ന് ക്യാപ്ഷൻ കൊടുത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് സിനിമ നൽകിയത്. സിനിമ മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ മാറണം. ആദിവാസികൾ അപരിചിതർക്ക് നേരെ അമ്പയച്ചുവെങ്കിൽ ആധുനിക ലോകം 10,000-ങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കുന്നു. ആരാണ് കൂടുതൽ കിരാതൻ, വലിയ കുറ്റവാളി? ഞാൻ പറയും, ഹമാസ് ആക്രമിച്ചപ്പോൾ വാട്സപ്പ് പോസ്റ്റ് കണ്ട് ചിരിച്ച ഇസ്ലാമിസ്റ്റുകളും ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ മൊബൈൽ നോക്കി അത്ഭുതം കൂറി കൈയടിച്ച മറ്റുള്ളവരും എന്ന്. നിങ്ങളത് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അത് സംഭവിക്കുന്നു.